എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24,350-300 ഈ ഒരു റേഞ്ച് ബോണ്ടിലായിരുന്നു ഇന്ന് ഒരുപാട് നേരം. അതായത് നമ്മുടെ ഒരു 24,350 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു 100 പോയിൻ്റ് അപ്പ് സൈഡിലേക്ക് പോയെങ്കിലും 24,350 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡ് പോകുമെന്നുള്ളത് തന്നെയായിരുന്നു നിഗമനം. പക്ഷേ പോയി. എന്നിരുന്നാലും 100 പോയിൻ്റാണ് മുകളിലേക്ക് 24,450 ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ഒരു റേഞ്ച് ബോണ്ടായിരുന്നു. നാളെ വെനസ്ഡേ, നാളെയും ഇതുപോലൊരു സൈഡ് വേ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റന്നാൾ നമ്മുടെ മാർക്കറ്റ് ലീവാണ്, മെയ് 1. ഇപ്പോൾ ലാസ്റ്റ് 5 സെഷനായിട്ട് ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ്. വളരെയധികം ഒരു വയലൻറ്റ് മൂവ്മെൻ്റ് ഇല്ല. അതാണ്, ഒന്നുമില്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് വരണം, അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകണം. പക്ഷേ ആ ഒരു വയലൻറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നാളെ അക്ഷയ തൃതീയയാണ്. പ്രത്യേകിച്ച് അക്ഷയ തൃതീയയും മാർക്കറ്റും തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, വിശദമായിട്ട് നമുക്ക് മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ പഴയ ടെലിഗ്രാം ID ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും പഴയ ആളുകൾ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഓക്കെ, ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 0.28% പോസിറ്റീവിലാണ് ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നാസ്ഡാക്കും S&P എല്ലാം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. US മാർക്കറ്റ് ആപ്പിൾ, അതേപോലെ മൈക്രോസോഫ്റ്റ്, നെസ്ലെ ഇവയുടെയൊക്കെ ഏർണിങ്സ് റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിക്കി ഇന്ന് 4.5% പോസിറ്റീവിലായിരുന്നു. എന്നാൽ ആങ്ഷങ്ങും ഷാങ്ങായും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയത്. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻറ്റിന് മുകളിൽ നെഗറ്റീവിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 32 മുതൽ 50 പോയിൻറ്റിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ മാർക്കറ്റും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,450 to 24,330 ലാസ്റ്റ് കേവലം 7 പോയിൻ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 41 പോയിൻ്റ് നെഗറ്റീവിൽ 55,391 ക്ലോസ് ചെയ്തു. അതേപോലെ സെൻസെക്സ് 70 പോയിൻ്റ് പോസിറ്റീവിൽ 80,288 ക്ലോസ് ചെയ്തു. സെൻസെക്സിലേക്ക് വരുമ്പോൾ സെൻസെക്സ് മോർണിംഗ് ഫസ്റ്റ് ടൈം ഒരു 1 അവർ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇന്ന് എക്സ്പയറി കൂടി ആയതുകൊണ്ട് നല്ല ഒരു 0 ഒക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഇന്നത്തെ ഫലം. ഇന്ന് ട്രേഡ് എടുത്താൽ കൈ പൊള്ളുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ഏത് ഇൻഡെക്സ് എടുത്തു നോക്കിയാലും. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ്, അതേപോലെ നിഫ്റ്റി സ്മോൾ ആൻഡ് ലാർജ് ക്യാപ്പെല്ലാം സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി റിയാലിറ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഭാരത് ഇലക്ട്രോൺ ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 3.95% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് പിന്നാലെ ട്രെൻഡുണ്ട്. മൊത്തം 30 സ്റ്റോക്കുകളിൽ 19 സ്റ്റോക്കാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ ഇന്ന് നഷ്ടം നേരിട്ടത് കോൾ ഇന്ത്യയാണ്, 2.03%. തൊട്ട് പിന്നാലെ അൾട്രാടെക് സിമെൻ്റ് ഉണ്ട്, 2.02%. നമ്മുടെ രൂപ ഇന്നലത്തേതിൽ നിന്നും ലേശം മെച്ചപ്പെട്ടിട്ടുണ്ട്, 85.26 എത്തി. അതേപോലെ USA 10 ഇയർ ബോണ്ട് ഈൽഡ് 4.21%. ഡോളർ ഇൻഡെക്സ് 99 ബിലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ $65 പെർ ബാരലിന് ട്രേഡ് ആയിട്ടിരിക്കുന്നു. അതേപോലെ ബിറ്റ്കോയിൻ 95,000 റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യുന്നു. ഗോൾഡിലേക്ക് വരുമ്പോൾ 3,300 ഔൺസിന് $3,300, 3,300-3,320 ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മൂവ്മെൻറ്റ് ഇന്ന് കാണുന്നില്ല. നാളെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ രാവിലെ 7:15 ചൈനയുടെ മാനുഫാക്ചറിങ് PMI ഡാറ്റ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 യൂറോപ്യൻ സോണിൻ്റെ GDP ഡാറ്റ വരുന്നുണ്ട്. അവർ നിലവിൽ 1.2%. ഫോർകാസ്റ്റ് 0.9%. നാളെ വൈകുന്നേരം 6 മണിക്ക് USA GDP ക്വാർട്ടർ ടു ക്വാർട്ടർ ഫോർകാസ്റ്റ് വരുന്നുണ്ട്. 0.5% പ്രതീക്ഷിക്കുന്നത്. അത് ഒരു അഡ്ജസ്റ്റബിൾ ആണ്. നിലവിൽ 2.4%. നാളെ രാത്രി 7:30 USA കോർ PC ഡാറ്റ വരുന്നുണ്ട്. നാളെ ഒരുപാട് ഇവൻറ്റ്സുകളുള്ളതാണ്. എന്നിരുന്നാലും നാളെ മാർക്കറ്റിൽ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം നേരത്തെ പറഞ്ഞ രൂപത്തിൽ മറ്റന്നാൾ മാർക്കറ്റ് ലീവായതുകൊണ്ട് തന്നെ നാളെ ഒരു സൈഡ് വേ മാർക്കറ്റ് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ നല്ലൊരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി 55,820 പറഞ്ഞത്.
നമുക്ക് ഈ 2 ലെവലുകളും ഇന്ന് ആക്റ്റീവായിട്ടില്ല. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 24,380 പറഞ്ഞിരുന്നത്, അതും നമുക്കിന്ന് ആക്റ്റീവായിട്ടില്ല. അതുപോലെ തന്നെ സെൻസെക്സ് ജസ്റ്റ് 80,340 നമ്മൾ റെസിസ്റ്റൻസ് സോൺ പറഞ്ഞിരുന്നത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ക്രോസ് ചെയ്തു, പക്ഷേ ഒരു റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഡയറക്റ്റ്ലി താഴേക്ക് വരികയാണ് ചെയ്തത്. ഏതായിരുന്നാലും അതുകൊണ്ട് തന്നെ 3 ഇൻഡെക്സുകളും നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഇന്ന് ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ, നാളെ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ റെസിസ്റ്റൻസ് സോണ് ഇത് തന്നെയാണ്. ഈ ഒരു സോണ് നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നാളെ അതിനുള്ളൊരു വഴി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണ് വാച്ച് ചെയ്യാവുന്നതാണ്, 80,020. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 56,000 എന്നുള്ള ഒരു റേഞ്ച് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 55,500, 55,900, പിന്നെ തിരിച്ച് 55,400, ഇങ്ങനെ ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 56,000 എന്നുള്ളൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് അപ്പ് മൂവ്മെൻറ്റ് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സപ്പോർട്ടായിട്ട് നമുക്ക് നാളെ 55,90 എന്നുള്ള ഈ റേഞ്ച് തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 24,450 ഈ ഒരു റേഞ്ച് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. 24,375 ടു 24,000 റേഞ്ചിനകത്ത് ഈ ഒരു ബോക്സിന് മുകളിലോ താഴെയോ ബ്രേക്ക് ഔട്ട് നടത്തുകയാണെങ്കിൽ, പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരുന്നത് 24,280. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 24,200 വരും. ഓക്കെ, നമ്മൾ ഇന്നലെ വരച്ച ഇത് തന്നെ 24,200. 24,200 താഴെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ഡൗൺ സൈഡ് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 24,375 ടു 24,450 ഈ ഒരു ബോക്സിനുള്ളിൽ നിന്ന് പുറത്ത് കടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഏതായിരുന്നാലും 24,450 നാളെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ളത്. സപ്പോർട്ടായിട്ട് 24,280. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ബ്രേക്ക് ഔട്ട് നടത്തുന്നുണ്ടോ എന്ന് നോക്കുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ നിങ്ങളുടെ ചാർട്ടിലും വരച്ച് നാളെ പരമാവധി ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു സൈഡ് വേ പ്രതീക്ഷിക്കുന്നു. കാരണം മറ്റന്നാൾ മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടെയാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.